ചൂരൽമല മേഖലയിൽ കനത്ത മഴ ആയിരുന്നു. ഇപ്പോൾ മഴയ്ക്കല്പം ശമനമുണ്ടെന്നാണ് അവിടുത്തെ പ്രദേശവാസിയായ മനോജ് നമ്മോട് പറഞ്ഞത്. ഇതേപോലെ ഒരു രാത്രിയിൽ തോരാതെ പെയ്ത മഴയ്ക്കൊടുവിലാണ് ഈ ഉരുൾപൊട്ടി മരണം അവിടെ പെയ്തിറങ്ങിയത്. ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായോ എന്ന സംശയം കൂടി മനോജ് പറയുന്നുണ്ട്. പുതിയ വില്ലേജ് റോഡിലൊക്കെ ഇപ്പോൾ വെള്ളം കയറിയെന്ന വാർത്തയുണ്ട്. റവന്യൂ അധികൃതരും പോലീസും എത്രയും പെട്ടെന്ന് അവിടെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൽപ്പറ്റയിൽ നിന്നും മേപ്പാടിയിൽ നിന്നുമൊക്കെ ഉദ്യോഗസ്ഥന്മാർ അങ്ങോട്ട് ഗമിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മൾ ഈ ചൂരൽമല ദുരന്ത സമയത്ത് ഒരുപാട് സമയത്ത് കോൺടാക്ട് ചെയ്ത ആളാണ് അദ്ദേഹം. ഷംസാർ മരക്കാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നു. ശ്രീ മരക്കാർ, യഥാർത്ഥത്തിൽ അവിടെ കനത്ത മഴയായിരുന്നു. ചൂരൽമലയിലെ പുഴ നിറഞ്ഞൊഴുകുന്നു. ഉരുൾപൊട്ടി എന്ന സംശയം എന്താണ് അങ്ങേക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? മഴ നന്നായി രാത്രി മുതൽ നല്ല ശക്തമായ രീതിയിൽ മഴയുണ്ട്. അത് എല്ലാ പ്രദേശത്തും ചില പ്രദേശങ്ങളിൽ നല്ല മഴയാണ്. ഇന്ന് രാവിലെയും ശക്തമായി തന്നെ മഴ പെയ്യുന്നുണ്ട് നമുക്ക്. അപ്പോൾ ചൂരൽമലയിൽ കഴിഞ്ഞ ലാൻഡ് സ്ലൈഡിന്റെ ഭാഗമായിട്ടുള്ള ഡെബ്രിസ് വേസ്റ്റ് അവിടെ ഉണ്ട്. അതായത് ഉറപ്പില്ലാത്ത മണ്ണും മറ്റു കാര്യങ്ങളും അടിവാരത്തുണ്ടായിരുന്നു. മഴ ശക്തിയായപ്പോൾ ആദ്യത്തെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സ്ഥലത്തൂടെയുള്ള വെള്ളത്തിനോടൊപ്പം ഈ വേസ്റ്റ്, അതായത് മണ്ണും മറ്റു കാര്യങ്ങളും ഒഴുകി വന്നതാണ് ഇപ്പോൾ പുന്നപ്പുഴയിലുണ്ടായ ഒരു കുത്തൊഴുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ജില്ലാ കളക്ടറുമായും ബന്ധപ്പെട്ടു രാവിലെ തന്നെ വില്ലേജ് ഓഫീസറോട് സ്ഥലം സന്ദർശിക്കാൻ പറഞ്ഞു. വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തിയപ്പോൾ ലാൻഡ് സ്ലൈഡ് അല്ല, നമ്മൾ ഡെബ്രിസുകൾ ക്ലിയർ ചെയ്ത് വന്നതാണ്. അതിനോടൊപ്പം പുന്നപ്പുഴയുടെ വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി രണ്ട് കരയിലേക്ക് നമ്മൾ മണ്ണും മറ്റു വേസ്റ്റുകളും മാറ്റി വെച്ചിരുന്നു പുന്നപ്പുഴ ഒഴുക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചധികം വെള്ളം കൂടുതൽ വന്നതുകൊണ്ട് ആ കരയിൽ നമ്മൾ കയറ്റി വെച്ച മണ്ണുകളടക്കം ഈ പുഴയിലൂടെ ഒഴുകി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് കുറച്ച് നമുക്ക് ലാൻഡ് സ്ലൈഡിന് ശേഷം ഇത്രയും ശക്തമായി ആ പുഴയിൽ വെള്ളം വന്നിട്ടില്ല. ഇതിന് മുന്നേ കുറച്ച് 3 ദിവസം അടുപ്പിച്ച് മഴ പെയ്തപ്പോഴാണ് വന്നത്. പക്ഷെ അന്നും ഇത്ര വന്നില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ മഴയുടെ അളവൊന്ന് കൂടിയപ്പോൾ ശക്തമായിട്ടാണ് പുഴയിലൂടെ വെള്ളം ഒഴുകി വരുന്നത് എന്നുള്ളതാണ്. ലാൻഡ് സ്ലൈഡ് അല്ല, അവിടെ ഉണ്ടായിരുന്ന ഡെബ്രിസുകൾ ക്ലിയർ ചെയ്ത് വന്നു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഇപ്പൊ എവിടെയുള്ളത്? ഞാനിപ്പോ കൽപ്പറ്റയിൽ. താങ്കൾ അങ്ങോട്ട് പോകുന്നുണ്ടാവുമല്ലോ അല്ലേ? അതെ, അങ്ങോട്ട് പോവാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് വീണ്ടും ബന്ധപ്പെടാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ചൂരൽമഴയിലെ നീരൊഴുക്ക് വർദ്ധിച്ചു. ആ പുഴ നിറഞ്ഞൊഴുകയാണ്. ബെയിലി പാലത്തിൻ്റെ അടിയിലൂടെ വെള്ളം പോയി തുടങ്ങിയെന്നാണ് വിവരം. അവിടെ ഒരു ഉരുൾപൊട്ടലുണ്ടായോ എന്ന സംശയം. ഇപ്പോൾ ടി സിദ്ദീഖ് MLA കൂടി ചേരുന്നു. ടി സിദ്ദീഖ്, നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ആശങ്കയാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ. താങ്കൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള അപ്ഡേറ്റ്സ് കിട്ടിക്കാണുമല്ലോ. എന്താണ് ഈ ചൂരൽമലയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? ഞാൻ ജില്ലാ കളക്ടറും അതുപോലെ റവന്യൂ അതോറിറ്റീസുമായിട്ട് സംസാരിച്ചിരുന്നു. അവിടെ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള റവന്യൂ സിസ്റ്റംസ് അവിടെയുണ്ട്. അഡീഷണൽ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപകടകരമായിട്ടുള്ള സാഹചര്യം അവിടെ നിലവിലില്ല. നേരത്തെ ഈ മണ്ണ് കുതിർന്ന് വന്ന് ആ മണ്ണിടിഞ്ഞ് അത് ഒഴുകി വരുന്നതായിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം ഉണ്ട് എന്നുള്ളതല്ലാതെ നേരത്തെ ഒരു സ്ലെഡിങ് ഉണ്ടായിരുന്നു, അവിടെ ഇടിച്ചിലുണ്ടായിരുന്നു. അതിന്റെ കൂടെ ഇപ്പോൾ ഇന്നലെയൊക്കെ നല്ല മഴ അവിടെ പെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ളതായ പ്രശ്നങ്ങളല്ലാതെ ഒരു വലിയ ഉരുൾപൊട്ടലും അത് താങ്ങാനാവാത്തതായിട്ടുള്ള സാഹചര്യമോ അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു പ്രയാസകരമായ സാഹചര്യം നിലവിലില്ല. അവിടെ ആ ഭാഗങ്ങളിലൊന്ന് പുഞ്ചിരിമട്ടം, മുണ്ടകൈ തുടങ്ങിയതായിരിക്കുന്ന ഏരിയകളിലൊന്നും തന്നെ ആരും താമസിക്കുന്നില്ല. ആകെ കൃഷി വൃത്തിക്ക് പോയിരിക്കുന്ന, കാർഷിക ജോലിക്ക് പോയിരിക്കുന്ന ആളുകൾ മാത്രമാണ് ഉള്ളത്. അവരോടും മടങ്ങുന്നതിന് വേണ്ടി ആവശ്യപ്പെടാനുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപകടകരമായിട്ടുള്ള സാഹചര്യം അവിടെ നിലവിലില്ല. ശ്രീ സിദ്ദീഖ്, നമ്മുടെ അവിടുത്തെ പ്രദേശവാസിയായ മനോജ് അല്പം മുമ്പ് നമ്മൾ ടെലിഫോണിൽ പറഞ്ഞത് അവിടെ പിന്നെയും കുറച്ച് ആളുകൾ ബാക്കിയുണ്ട് എന്നാണല്ലോ. ആളുകൾ ഉള്ളവരോടൊക്കെ മടങ്ങാൻ പറഞ്ഞു. ജോലിക്ക് പോയത് അവിടെ ഈ മേലെ ഏരിയയിൽ താമസിക്കുന്നതായിരിക്കുന്ന ആളുകൾ അവിടെ ഇല്ല. അതിന്റെ തൊട്ടടുത്ത ഏരിയ ഒക്കെ നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള താമസം മാറ്റിയതായിരിക്കുന്ന ഏരിയയാണ്. പിന്നെ അവിടെ ഉള്ളത് ജോലിക്ക് പോയതായിരിക്കുന്ന ആളുകളും ഇതിന് സമീപത്തല്ലാതെ താമസിക്കുന്നതായിരിക്കുന്ന ആളുകളും ഒക്കെയാണ്. അത് ആശങ്കപ്പെടേണ്ടതായിരിക്കുന്ന സാഹചര്യമല്ല. എല്ലാവരോടും മാറാൻ വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശം ജില്ലാ ഭരണകൂടം തന്നെ നൽകി കഴിഞ്ഞു. അതിന്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള ആശങ്കപ്പെടേണ്ട ഭയാനകമായ സാഹചര്യമോ വിഷമകരമായ സാഹചര്യത്തിലേക്ക് പോകുന്ന സാഹചര്യമോ ഇപ്പോ നിലവിലില്ല എന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന ജില്ലാ കളക്ടർ തന്നെ ഞാൻ ഇന്ന് കുറച്ചു നേരത്തെ സംസാരിച്ചേ ഉള്ളൂ. എല്ലാ വിശദാംശങ്ങളും എടുത്തു. റവന്യൂ അതോറിറ്റീസുമായിട്ട് സംസാരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ബുദ്ധിമുട്ടാവുന്ന സാഹചര്യം നിലവിലില്ല. ഓക്കെ, വീണ്ടും ബന്ധപ്പെടാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ശ്രീ ടി സിദ്ദീഖ് MLA. എന്തായാലും ചൂരൽമലയിൽ നീരൊഴുക്ക് വർദ്ധിച്ചിരിക്കുന്നു. പുഴ ഇപ്പോൾ ബെയിലി പാലത്തിൻ്റെ അടിയിലൂടെ കുത്തി ഒഴുകുകയാണ് ഈ ചൂരൽമലയിലെ പുഴ.
അവിടെ ആളുകൾ കാര്യമായി താമസിക്കുന്നില്ല എന്ന ആശ്വാസകരമായ കാര്യം തന്നെയാണ്. എന്നാൽ എവിടെ ഉരുൾപൊട്ടിയിട്ടുണ്ടോ എന്ന സംശയം മനോജിനെ പോലെയുള്ള പ്രദേശവാസികൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാലും ജാഗ്രത എടുക്കണം. റവന്യൂ ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നറിയുന്നത് ആശ്വാസകരം. അത്യാഹിതങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്. കാര്യം ഇത് ചൂരൽമല മുണ്ടക്കൈ ഭാഗമായതുകൊണ്ട് ആളുകൾക്ക്, പ്രേക്ഷകർ ഇത് കാണുമ്പോഴേ ഭയം തോന്നും. പ്രത്യേകിച്ച് പുഴ കുത്തി ഒഴുകുന്നു എന്നൊരു ഫീല് കിട്ടിയിട്ടുണ്ട്.